ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ മിനിറ്റുകൾ, വെറും മിനിറ്റുകൾ മാത്രം ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഏതു കാര്യവും നമുക്ക് അനുകൂലമായി വരും, ആരും നമ്മുടെ വരുതിയിലേക്ക് വരും, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഇത് ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത ഒരു രഹസ്യവിദ്യയാണ്. ഇത് ശിവനോളം പഴക്കമുള്ള രഹസ്യമായ ആത്മീയമായ വിദ്യയാണ്. ഏതൊരാൾക്കും ചെയ്യാം, ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾക്കത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഏതൊരു കാര്യം വെറുതെ പറയാറില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇത് ആരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു വിദ്യയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നു എന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഞാൻ ഈ വഴി സഞ്ചരിക്കുന്ന ആളാണ്. വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചാണ്, ശിവരാജയോഗം ചെയ്യുന്നു. ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ടും സത്യസന്ധമായി ഭഗവാന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടും എനിക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആ പരമ്പരയുടെ ഭാഗമാണ്, ആ നാദാ പരമ്പരയുടെ ഭാഗവുമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് പറഞ്ഞുതരാൻ പറ്റുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആരെയും വരുതിയിൽ കൊണ്ടുവരാം, നല്ല കാര്യത്തിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ നല്ല കാര്യത്തിന് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഏത് കാര്യം അനുകൂലമാകും, തടസ്സങ്ങൾ മാറും, സമ്പത്തുണ്ടാകും, അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങും. ഇത് ആർക്കും ചെയ്യാം. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇത് ഇവിടെ ഒരു ബിസിനസ്സുകാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കട ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് പുതിയ വരുമാന മാർഗം ഉണ്ടാകാൻ, ജീവിതം മാറാൻ വേണ്ടി അവർക്ക് ചെയ്യാം. അല്ലെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് മേലുദ്യോഗസ്ഥന്മാരുമായി നല്ല രീതിയിൽ പോകുവാൻ വേണ്ടി ചെയ്യാം. ഏതു തരത്തിലുള്ളവർക്കും, ഒരു വക്കീലായിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാനും ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ചെയ്യാം. ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും അവന് പുതിയ വരുമാന മാർഗം ഉണ്ടാകാൻ ചെയ്യാം, ഏതൊരു വ്യക്തികൾക്കും. അതുപോലെ കുടുംബജീവിതം നല്ലതായിട്ട് പോകുന്നതിനും ഇത് ഉപകരിക്കും. തടസ്സങ്ങളെല്ലാം മാറുന്നതിന് ഉപകരിക്കും. ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ എന്ന് വെച്ചാൽ നമുക്കെതിരെ വരുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ, സമയദോഷങ്ങൾ, ഇതൊന്നും, ഗ്രഹപ്പിഴകൾ, ഇതൊന്നും ബാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ഇത്. ദേവിയുടെ വിദ്യയാണ്, അമ്മ ആദിപരാശക്തിയുടെ വിദ്യയാണ്. ഇതെല്ലാം ശിവവിദ്യയുടെ ഭാഗം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ഏതൊരു സാധാരണക്കാരനും പോയി ചെയ്യാവുന്ന കാര്യവും അത് ചെയ്യേണ്ട രീതിയും അവനവൻ ആവശ്യമുണ്ട് ആവർത്തിക്കണം. അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വിളിക്കേണ്ട ദേവത, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജ് വരുന്നു. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി ഇതാ പറയും. എന്നിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാത്തതുകൊണ്ടാണ്. അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഉണരുന്നോ, ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞ് ഇത് ഉണർന്നു കഴിഞ്ഞ് കിടക്കപ്പായിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈയും കാലും മുഖവും കഴുകിയിട്ടോ അല്ലെ കുളി കഴിഞ്ഞ് അപ്പം വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ അല്പം വെള്ളം നിങ്ങളുടെ ഇടത് കൈയിലെടുക്കണം. ഇടത് കൈ, ഇപ്പൊ ഇതെന്റെ ഇടത് കൈയാ, ചിലപ്പോൾ വീഡിയോ വലത് കൈയായിട്ടായിരിക്കും കാണുന്നത്. അത് വീഡിയോയിൽ അങ്ങനെ കാണുന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങളുടെ ഇടത് കൈയിൽ അല്പം വെള്ളം എടുക്കുക, ഉള്ളം കൈ. എന്നിട്ട് നിങ്ങളുടെ വലത് കൈ ചൂണ്ടുവിരൽ കൊണ്ട് അത് ഒന്ന് തൊട്ടിട്ട് ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ ഈ പുരികമധ്യത്തിന്, ഇതുണ്ട്, ഈ പുരികമധ്യത്തിന് തൊട്ട് മുകളിലായിട്ട് ഇടത്തോട്ടൊന്ന് ചുറ്റുക. അപ്പോഴേ ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കണം. ഇത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. കാരണം ഇത് ഇതുവരെ പറയാത്ത ഒരു സംഭവം ഇതിൻ്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ കേൾക്കണം. അറിയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കെന്നല്ല, ഇന്ന് ഈ ലോകത്തിലുള്ള, എന്ന് വെച്ചാൽ സാധാരണ സന്യാസിമാർക്കും അവധൂതന്മാർക്കൊക്കെ അറിയായിരിക്കും. അല്ലാതുള്ള ഒരുത്തർക്കും ഞാനീ പറയാൻ പോകുന്ന കാര്യം അറിയാൻ ഇടയില്ല, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞ് പറയാൻ പോകുന്ന കാര്യം മിസ് ചെയ്യരുത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇടത്തോട്ടൊന്ന് ചുറ്റുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമ ആകർഷ്യ ആകർഷ്യ സ്വാഹ. ഇത് ജപിച്ചിട്ട് നമ്മൾ ഇടത്തോട്ട് ചുറ്റി. ഇനിയും വലത്തോട്ട് ചുറ്റുക. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാപന ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ്യ ആകർഷ്യ സ്വാഹ.
ഇപ്പം ലൈറ്റായിട്ട് തൊട്ടാൽ മതി, ബലമായിട്ടും തൊടണ്ട. കണ്ണടച്ചുകൊണ്ട് ചെയ്യാം, കണ്ണ് തുറന്നുകൊണ്ടും ചെയ്യാം. ഇനിയും പറയാൻ പോകുന്ന കാര്യം, ഇങ്ങനെ ചുറ്റിയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റിയിടുന്നിട്ട് ഇവിടെ താഴോട്ട് ഇങ്ങനൊന്ന് വരയ്ക്കുക ഇവിടോട്ട്. കണ്ടോ, ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇത്രയും ഭാഗമാണ്, ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് തന്നെ ഇങ്ങനെ പതുക്കെ നൈസായിട്ടൊന്ന് വരയ്ക്കുക. ഇത്രയും ഭാഗത്ത് മനസ്സ് കണ്ണടച്ചൊന്ന് ശ്രദ്ധിക്കുക. അല്പനേരം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. എന്നിട്ട് നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിക്കുക, അമ്മേ പാർവ്വദേവി ആദിപരാശക്തി, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി തരണേ, എനിക്ക് എല്ലാവരും വശമായിരിക്കണേ, എൻ്റെ തടസ്സങ്ങൾ മാറ്റണേ, സമ്പത്ത് നൽകണേ, അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാകണേ, അമ്മയെ പരമേശ്വരി ആദിപരാശക്തി ദിവ്യമാതാവെ കോടി കോടി മഹത്വം എന്ന് ഇത്രയും ഭാഗം മനസ്സിൽ ശ്രദ്ധിച്ച് കൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ നിത്യേന രാവിലെ ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ ചുറ്റിട്ട് ഇങ്ങനെ താഴോട്ടൊരു വര വരച്ചത്? ഈ ഭാഗത്ത്, ഈ കണ്ണുകൾക്ക് മധ്യത്തിലുള്ള ഭാഗത്ത് എല്ലാ രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മൾ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നു. ഇതല്ലാതെ നമുക്ക് മറ്റൊരു തലമുണ്ട്. അത് ഒരു ഇൻഡ്യൂഷന്റെ തലമാണ്. അത് ഈ ഭാഗവും ഈ ഭാഗവും കൂടെ ഉള്ള ഒരു ചേരുന്ന ഭാഗമാണ്. ഈ ഭാഗവും പുരിയ മധ്യത്തിന് തൊട്ടു മേലും ഇങ്ങനെ താഴോട്ട് ഒരു വരച്ച ഇത്രയും ഭാഗത്താണ് ആ രഹസ്യങ്ങൾ ഇരിക്കുന്നത്. ഇത് ലോകത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു തരുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് സാക്ഷാൽ പരമേശ്വരൻ എനിക്ക് തന്ന വിദ്യയാണ്. കാരണം ശിവരാജയോഗം ഞാൻ ചെയ്യുന്നതാണ്. ഭഗവാനെ ധ്യാനത്തിൽ ഭഗവാൻ തരുന്ന പല വിദ്യകളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് എന്തിനു പറഞ്ഞു തന്നു? നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ, നിങ്ങളുടെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ, പുതിയ പുതിയ വരുമാനങ്ങൾ ഉണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, സമൃദ്ധി ഉണ്ടാകാൻ, നല്ല കാര്യത്തിന് വേണ്ടി എല്ലാവരും നിങ്ങളുമായി വശമായിട്ട് നിൽക്കാൻ വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക. മനസ്സിൽ ദുഷ്ടചിന്ത പാടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഇത് നന്മയുള്ള വിദ്യയാണ്. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളൊരു തയ്യക്കട നടത്തുന്ന വ്യക്തിയാണെങ്കിലും, ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന വ്യക്തിയായിരിക്കും, ഒരു സാധാരണ ഒരു കട ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാരനായിരിക്കും. ഇപ്പം നിങ്ങൾ ഇത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇപ്പം രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, സിനിമാ മേഖല ആയിക്കോട്ടെ, കലാമേഖല ആയിക്കോട്ടെ, അല്ലെ പാട്ട് പാടുന്ന കലാകാരന്മാരായിക്കോട്ടെ, അല്ലെ ഒരു സാധാരണ കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, അവരുടെ ജീവിതം ഏതൊരാളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിദ്യ ചെയ്താൽ. ഇനിയും ഏത് ആപത്തിലും രക്ഷപ്പെടാനും, അത്യാപത്തുകൾ മാറുവാനും, ശാപദോഷങ്ങളെ, ആഭിചാര ദോഷങ്ങളെ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെതിരെ വരുന്ന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എത്ര എന്ത് ചെയ്തിട്ട് മാറാത്ത ദുരിതങ്ങളെ ഒക്കെ മാറാൻ വേണ്ടി ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ തത് സ്മരണീയം കിങ്കുരുതേ ബ്രഹ്മാദീനബിജ കിങ്കരി കുരുതേ എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം. ആപതി കിം കരണീയം, ആപത്തിൽ ആരെയാണ് വിളിക്കേണ്ടത്? ദേവിയാണ് വിളിക്കേണ്ടത്. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ, അമ്മയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കണം. തസ്മരണീയം, അങ്ങനെ പ്രാപിക്കുന്ന നിമിഷം തന്നെ ബ്രഹ്മാദീനബിജ കിങ്കരി ഗുരുതേ എന്നുള്ളതാണ്. ബ്രഹ്മാവ് മുതലുള്ള ദേവതകൾ നമ്മുടെ സഹായത്തിന് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പരമേശ്വരിയായ ദിവ്യ മാതാവിൻ്റെ ഒരു വിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് എല്ലാ മാസവും 2 പൗർണമിയുണ്ട്. 2 പൗർണമിയല്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 2 പഞ്ചമിയുണ്ട്. ക്ഷമിക്കുക, 2 പഞ്ചമിയുണ്ട്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ, പൗർണമിയല്ല. എല്ലാ മാസവും 2 പഞ്ചമിയുണ്ട്. ഒന്ന് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി, ഒന്ന് വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി. അപ്പോൾ ഈ കൂടുതൽ ഓർത്ത് പറയുന്നുണ്ട്, ഇടയ്ക്ക് ചില തെറ്റിപ്പോകുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഒന്നുകൂടെ പറയുന്നത്. ചിലപ്പോൾ മനുഷ്യല്ലോ. അപ്പം കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയും, പഞ്ചമി തന്നെയാണ് ഉദ്ദേശിച്ചത്, പൗർണമിയല്ല. അപ്പോൾ എല്ലാ മാസവും 2 പഞ്ചമിയുണ്ട്. ഈ പഞ്ചമി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. പെട്ടെന്ന് ജീവിതം മാറും. അമ്മയ്ക്ക് രാവിലെ കടുംബായുസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇത് സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സ് തുറന്ന് അമ്മയോട് പ്രാർത്ഥിക്കണം. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരും, യാതൊരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഇത് കൂടാതെ പൗർണമിക്കും രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ, പിന്നെ രാവിലെ കടുംബായുസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, അങ്ങനെ മാസത്തിലൊന്ന് ആവർത്തിക്കണം. എത്ര തീരാ ദുരിതങ്ങൾ വരെ തീരുമെന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്, ആശ്ചര്യകരമായ കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര പ്രതിസന്ധി ഉള്ളവരുടെയും ജീവിതം മാറും എന്ന് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട.
നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇതുപോലെയുള്ള കാര്യങ്ങൾ ആ കുടുംബമേ രക്ഷപ്പെടും. തീരാ ദുരിതങ്ങളെ എത്ര തകർച്ച ഉണ്ടായിരുന്ന കുടുംബമാണെങ്കിലും രക്ഷപ്പെട്ടു വരും. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ കുടുംബമാണെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടു വരും. അമ്മയെ വിശ്വസിക്കണം. നമ്മൾ ഒരുപാട് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അമ്മയെ എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ വേണം ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ ദിവസങ്ങളിൽ സമർപ്പിക്കാൻ. ഇത് റിപ്പീറ്റ് ചെയ്യണം. ഏതൊരു വഴിപാടും ഏതൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ചെയ്തുകൊണ്ടോ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. റിപ്പീറ്റ് ചെയ്യണം. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. വിശ്വാസത്തോടെ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി രക്ഷപ്പെടാനുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്പർ 1, ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ. നിങ്ങൾ നിസ്സാര കാര്യമല്ല, കാരണം അത് ഒരുപാട് ജീവിതം മാറിയ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിത്യവും ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കാതെ എന്താണ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു മൊബൈൽ ഉപയോഗിക്കുന്നു. ആ മൊബൈലിൻ്റെ ആ പ്രവർത്തനക്ഷമത എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ മൊബൈല് ഇപ്പം കേടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് നേരത്തെ തന്നെ പോയി ഒരു മൊബൈൽ വാങ്ങി ഈ മൊബൈലിൽ നിന്ന് ഡാറ്റ മറ്റേ മൊബൈലിലേക്ക് എനിക്ക് പെട്ടെന്ന് മാറ്റുവാൻ പറ്റും, ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ. എന്നാൽ ഞാൻ ഈ മൊബൈലിൻ്റെ കാര്യക്ഷമത ദിവസവും നോക്കുന്നേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ മൊബൈൽ ഓഫായി പോകുന്നു, ഇത് കംപ്ലൈൻ്റ് ആകുന്നു. എൻ്റെ ഡാറ്റ മുഴുവൻ മാറ്റാനും പറ്റത്തില്ല. മാനസിക വിഷമം ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടിയും വരും. അതായത് ഏതൊരു കാര്യമാണെങ്കിലും, ഞാൻ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ട കാര്യം നിത്യവും നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഇനി മൊബൈലിൻ്റെ കാര്യം മനസ്സിലാകാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ലോൺ എടുക്കുന്നു. ഈ ലോൺ ആയിക്കോട്ടെ, നമ്മൾ എല്ലാ മാസവും ഈ ലോണ് അടയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അതിനുള്ള വരുമാനം കണ്ടെത്തണം. വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ വരുമാന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യണം. അങ്ങനെ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. ഉചിതമായ നടപടി എടുക്കണം. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തകർച്ച ഉണ്ടാകത്തില്ല. ഇത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല. ഒരു സുപ്രഭാതത്തിൽ ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് ലോകം അവസാനിച്ചെന്നുള്ള രീതിയിൽ പിന്നെ പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 2 പ്രാവശ്യം ജപ്തി ആകേണ്ടി വന്ന അനുഭവത്തിന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ മാസവും ലോൺ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് ചിന്തിച്ച് ഉചിതമായ നടപടി എടുക്കുക. നമുക്ക് വരുമാനം ഇല്ല, പുതിയ വരുമാന മാർഗത്തിന് തൊഴിൽ കണ്ടെത്തുക. അങ്ങനെ ലോൺ അടയ്ക്കണം. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ആകാശം ഇടിഞ്ഞ് വീണ പോലെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ അത് പാലിക്കുന്ന ഒരു നിയമമാണ്. എനിക്ക് അതിൻ്റെ ഗുണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വണ്ടിയുടെ കണ്ടീഷൻ നിത്യവും ചെക്ക് ചെയ്യണം. അങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ ഒരു സുപ്രഭാതത്തിലോ പെട്ടെന്നൊരു വണ്ടിയുടെ തകരാറ് കൊണ്ടൊരു അപകടം ഉണ്ടാകത്തില്ല. ഏത് ജീവിതത്തിലെ കാര്യമാണേലും, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, മക്കളുടെ കാര്യമായിക്കോട്ടെ, എല്ലാം ദൈനംദിന ജീവിതത്തിൽ ചെക്ക് ചെയ്ത് പോകണം. വേണ്ട നടപടികൾ എടുക്കണം. ഒരിക്കലും ജീവിതം തകർത്തില്ല എന്നുള്ളതാണ് സത്യമായ കാര്യമായി ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാത്തിനോടും നന്ദിയുള്ളവനായിരിക്കുക. ജീവിതത്തിൽ ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, എന്ത് നടന്നാലും പരമേശ്വരി, ഈശ്വര നന്ദി, കൂടി നന്ദി, ഇത് പറയുക മനസ്സുകൊണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാകും. യാതൊരു മാറ്റവും വേണ്ട. ഈ 2 കാര്യങ്ങൾ ഉറപ്പായിട്ടും ജീവിതം എപ്പോഴും നന്ദി പറയുക ഈശ്വരനോട്. നിങ്ങൾക്ക് ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, നമ്മൾ അതിനെല്ലാം ഈശ്വരനോട് നന്ദി പറയുക. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന്, നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുന്നതിന്, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നതിന്, നടക്കാൻ പറ്റുന്നതിന്, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഈശ്വരൻ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും എപ്പോഴും മനസ്സുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നന്ദി പറയുക. ഈശ്വര നന്ദി. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ജീവിതം എന്ന് വെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ നന്ദി പറയണമെന്നില്ല. ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുക മനസ്സുകൊണ്ട്. പറഞ്ഞ മനസ്സിലായി, ആ വ്യക്തിയുടെ ജീവിതം മാറാൻ അത് മാത്രം മതി എന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ തുടങ്ങുന്ന എവിടുന്നാണെന്നറിയോ? നമ്മൾ രാവിലെ നമ്മുടെ കിടക്കപ്പായി ഉണരുന്ന സമയം മുതലാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നിത്യവും രാവിലെ ഉണരുന്ന കിടക്കപ്പായിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം തുടങ്ങുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണരുമ്പോൾ തൊട്ട് നമ്മുടെ ജീവിതത്തിലെ മാറ്റത്തിനുള്ള കാര്യങ്ങളാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു കിടക്കപ്പായി ഇരുന്നുകൊണ്ട് തന്നെ ഈശ്വരനെ വിളിച്ചാൽ, മന്ത്രങ്ങൾ ചൊല്ലിയാൽ, കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെല്ലണം, പിന്നെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെല്ലണം. ആ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനും ദൈവാധീനത്തോടുകൂടി നടക്കാനും ഉപകരിക്കും. അപ്പൊ നമ്മുടെ മാറ്റം തുടങ്ങേണ്ടത് കിടക്കപ്പായിൽ നിന്നാണ്. രാവിലെ ഉണരുന്ന ആ ബെഡിൽ നിന്ന്, ആ ഉണരുമ്പോൾ തൊട്ടാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. കഴിവതും നേരത്തെ രാവിലെ ഉണരുക, സൂര്യോദയത്തിന് മുമ്പ് ഉണരുക. സൂര്യോദയം 6:30 ഒരു 6 മണിക്കോ 5:30 ഒക്കെ ഉണരാൻ ശ്രമിക്കുക. എഴുതി വെച്ചു, നിങ്ങളുടെ ലൈഫ് മാറും.
കിടക്കപ്പായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ ഒന്നുകിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഓം നമോ നാരായണായ, സർവമംഗളമംഗല്യേ, ശിവായ നമ, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ, ഓം കൃഷ്ണായ നമ, ഈ മന്ത്രങ്ങൾ ജപിക്കാം. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം മാറും, യാതൊരു സംശയവും വേണ്ട. ഇപ്പം മാറ്റം തുടങ്ങുന്നത് കിടക്കപ്പായിൽ നിന്നാണ്. അത് എപ്പോഴും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ രാവിലെ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അപ്പം അതൊരു നല്ല ചിന്താഗതിയോടാണെങ്കിൽ, നല്ല ഈശ്വരാധീനത്തോടു കൂടിയാണെങ്കിൽ, നല്ല പ്രാർത്ഥനയോടു കൂടിയാണെങ്കിൽ നമുക്കെല്ലാം നല്ല ഒരു ഈശ്വരനോട് എല്ലാത്തിനും നന്ദി പറയണം. രാവിലെ ഞാൻ ഉണർന്ന് എഴുന്നേറ്റതിന്, ഞാൻ നടക്കുന്നതിന്, ഇരിക്കുന്നതിന്, ശ്വസിക്കുന്നതിന്, എനിക്ക് ജീവിക്കാനുള്ള അന്നത്തേക്കുള്ള അന്നം തരുന്നതിന് എല്ലാത്തിനും ഈശ്വര നന്ദി. ദിവസവും രാവിലെ കിടക്കപ്പായി ഇരുന്നോട് പറയണം. എന്നിട്ട് ഒരു ദിവസം ആരംഭിച്ച് നോക്കി. പലർക്കും വിഷമമാണ്. അവർക്ക് ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹത്തിലല്ല, ഇല്ലാത്ത കാര്യത്തെ ഓർത്താ വിഷമിക്കുന്നത്. നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞാൽ ഇല്ലാത്തത് ഇരട്ടിയായിട്ട് ഉണ്ടായി വരും എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. നിങ്ങൾ ഇന്ന് തൊട്ട് ചെയ്ത് നോക്കിയാൽ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ഞാൻ ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഗേറ്റ് വരുന്ന ചില വീടുകൾ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാനുള്ള തളിക്കളയാ. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല ഓപ്പൺ ചെയ്തിടുന്നത് അത്ര നല്ലതല്ല, ഗേറ്റ് വരുന്നതും അത്ര നല്ലതല്ല. അവിടെ അടഞ്ഞു കിടക്കണം. കാരണം ചില അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ, ഇനിയിപ്പം നിങ്ങളുടെ സാഹചര്യത്തിന് തെക്ക് പടിഞ്ഞാറേ മൂല ഒരു ഗേറ്റ് ഉണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ അതിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ പൗർണമി ദിവസം ഭദ്രകാളിക്ക് രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ, രാവിലെ ഒരു കടുംബായുസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്താൽ മതി. പിന്നെ ഐശ്വര്യം ഉണ്ടായിക്കോളും. പക്ഷെ എങ്കിൽ പോലും പറ്റുന്നവർ അത് ശ്രദ്ധിക്കുക. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല അടഞ്ഞു കിടക്കണം, ഓപ്പണായിട്ട് കിടക്കരുത്. മനസ്സിലായല്ലോ? മതിലില്ലേ മതിൽ കെട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്താൽ മതി. എന്നുവെച്ചാൽ സാമ്പത്തികം ഇല്ലാത്തടത്ത് ഉടനെ പോയി മതിൽ കെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞു. ഗേറ്റ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പം ഗേറ്റ് മാറ്റാൻ പറ്റാത്തവരാണെങ്കിൽ ഭദ്രകാളിക്ക് പൗർണമി ദിവസം ഈ പറഞ്ഞ വഴിപാട് ചെയ്താൽ മതി. രാവിലെ ഗണപതി ഹോമവും, വൈകിട്ട് ഭഗവതി സേവയും, പിന്നെ അതുപോലെ തന്നെ രാവിലെ കടുംബായുസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യണം ഭദ്രകാളിക്ക്. ഇതെല്ലാം ഐശ്വര്യങ്ങളും ഉണ്ടായി വരാൻ ഉപകരിക്കുക എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്, എന്നേക്കുമായി മാറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും. ഞാനിന്ന് വീഡിയോ പറഞ്ഞ പ്രത്യേകം 2 കാര്യമുണ്ട്. ദൈനംദിനമുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈനംദിനം ദിവസവും നിരീക്ഷിച്ച് ഉചിതമായ നടപടിയെടുക്കണം. ജീവിതത്തിൽ തകർച്ച എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകത്തില്ല. അതൊരു വണ്ടിയുടെ കണ്ടീഷൻ ആണെങ്കിലും, നിങ്ങളുടെ സാമ്പത്തിക നിലയാണെങ്കിലും, നിങ്ങൾ കൊടുക്കാനുള്ള ഒരു പൈസയാണെങ്കിലും, കിട്ടാനുള്ള പൈസയാണെങ്കിലും, നിങ്ങളുടെ വരുമാനമാണെങ്കിലും നിങ്ങൾ ദിവസവും പരിശോധിക്കണം. വരുമാനം കുറവാണെങ്കിൽ പുതിയ വരുമാനത്തിന് വേണ്ട വഴികൾ കണ്ടെത്തണം, പുതിയ ജോലി കണ്ടെത്തണം, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉചിതമായ നടപടികൾ ദിവസവും ആലോചിച്ച് കൈക്കൊള്ളുക. ഒരിക്കലും ജീവിതം തകർത്തില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്, അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ അറിയേണ്ട കാര്യം, ചെയ്യേണ്ട കാര്യം. പിന്നെ എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുക. എല്ലാത്തിനും അത്ഭുതകരമായ ജീവിതം മാറും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.